ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻസസ് വൈബ്സ്. ഞാനിന്ന് പോകുന്നത് ദുബായിലെ ഒരു അമേസിങ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഒരു ഭൂമിയിലുള്ള ഒരു ഒയാസിസ് ആണിത്. അൽഖുദ്രയിലുള്ള ലവ് ലേക്കിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. പോകുന്ന വഴി നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ആണ്. അൽഖുദ്ര ലേക്കാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് മാനുകളെ നമുക്ക് റോഡിൻ്റെ അരികിൽ തന്നെ കാണാൻ പറ്റും. ഈ ലേക്കിൽ പലതരം ബേഡുകളെ നമുക്ക് കാണാൻ പറ്റും. ലേക്കിലേക്ക് വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി എല്ലാ ടേണിങ്ങിലും ബോർഡ് വെച്ചിട്ടുണ്ട്. കുറേ ദൂരം യാത്ര ചെയ്ത് ഫൈനലി ഞങ്ങൾ ലേക്കിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലവ് ലേക്കിലേക്ക് പോവുകയാണ്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. ഇതാണ് ലവ് ലേക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കാറുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇവിടെ സേവ് ദ ഡേറ്റിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ ലേക്കിൽ ഒത്തിരി കളർഫുൾ ഫിഷുകളുണ്ട്. ലേക്കിൻ്റെ സൈഡിലായിട്ട് മീനുകളൊക്കെ വന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഈ ലേക്കിൻ്റെ നടുക്കൂടെ വഴിയുണ്ട്. നമുക്കതുവഴി നടന്നു പോകാം. ഇതുവഴി കാറുകളും കയറാറുണ്ട്. ഇതുവഴി നടക്കാൻ നല്ല രസമാണ്. ഈ ലേക്കിൻ്റെ ഷേപ്പ് 2 ഇൻ്റർ കണക്റ്റഡ് ഹാർട്ടുകളുടെയാണ്. ഡ്രോൺ ഷോട്ടിലേ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയും മാനുകളുണ്ട്. വാലില്ലാത്തൊരു ടൈപ്പ് മാനാണ് ഓടിപ്പോകുന്നത്. ഞങ്ങൾ ലേക്ക് ക്രോസ് ചെയ്ത് വരുമ്പോൾ ഒരു ഫിഷിനെ കണ്ടു. വാപ്പി അതിനെ നീക്കി വെള്ളത്തിലേക്കിട്ടു. വെള്ളത്തിലേക്കിട്ട ഫിഷ് തിരിച്ചു വന്ന് എന്തോ പറഞ്ഞു. താങ്ക് യു പറഞ്ഞാണോ തെറി പറഞ്ഞാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല.
ഈ ലേക്കിൻ്റെ പല ഭാഗത്തും ഇതേപോലെ ഓരോ ഫോട്ടോ ഏരിയകളുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യു എയിലുള്ളവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ലൊക്കേഷൻ. നേരം സന്ധ്യയായി. അപ്പം ഞങ്ങൾ ലവിലേക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ലവ് ലാൻഡ് കഫേ കയറി ഞങ്ങൾ ഐസ്ക്രീമും ചായയൊക്കെ കുടിച്ചു. പോവാൻ നേരമാണ് ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് കണ്ടത്. പിന്നീട് അതും വാങ്ങി. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.